Hi guys, welcome back to new video. ഇന്ന് നമ്മൾ Alight Motion ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്നത് നിങ്ങളിപ്പോൾ ആ ഒരു പ്രിവ്യൂ കണ്ട അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ഡയലോഗൊക്കെ പറയുമ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് നമ്മളുടെ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഓൺ ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. സോ ഗൈസ്, ഞാനിവിടെ ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സീറോ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഡിസ്ട്രാക്റ്റ് ആവാതിരിക്കാനാണ്. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ എടുക്കാനായിട്ട് വന്നത് ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെക്കുക ഒരു പ്രാവശ്യം. എന്നിട്ട് അതിൽ ഏറ്റവും ഫസ്റ്റ് ക്ലിപ്പ് പോവുക. അത് ജസ്റ്റ് നിങ്ങൾ എഡിറ്റ് ആൻഡ് ഷേപ്പ് പോയതിന് ശേഷം ഈ ഒരു എക്സ് എന്നുള്ള സംഭവം ആ ഒരു സ്ക്രീനിലോട്ട് ഫിറ്റ് ആവുന്ന രീതിയിലൊന്ന് ആക്കുക. എന്നിട്ട് ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയതിന് ശേഷം ഈ ഒരു തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ഈ ഒരു ഭാഗത്ത് നടുക്ക് സെൻറ്റർ വരുന്ന രീതിയിലൊന്ന് ആക്കുക. എന്നിട്ട് അത് ജസ്റ്റ് എഡിറ്റ് ആൻഡ് ഷേപ്പിൽ ഒന്നുകൂടെ പോയിട്ട് ആ ഒരു അറ്റത്തുള്ള ആ ഒരു ഔട്ട്ലൈനിങ് നിങ്ങൾ ജസ്റ്റ് അറ്റത്തോട്ട് ഏറ്റവും ലാസ്റ്റിലോട്ട് വരുന്ന രീതിയിലാക്കുക. അതായത് രണ്ട് സ്ക്രീനിലോട്ട് ഫില്ലാവുന്ന രീതിയിലാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുക. അപ്പം നിങ്ങളുടെ റേഷ്യോ എവിടം വരെ ആവുന്നുണ്ടോ അവിടം വരെ ഇതൊന്ന് നോക്കുക. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഇടുമ്പോൾ സ്റ്റാർട്ടിങ് ആ ഒരു ഡയലോഗ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്റ്റാറ്റസിന് മുമ്പുള്ള വീഡിയോന് മുമ്പുള്ള ആ ഒരു ഡയലോഗിന് പകരം ഇത് ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ആഡ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഫുള്ള് വരെ ഒന്ന് വൈഡാക്കി വെക്കുക. എന്നിട്ട് അത് സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഫസ്റ്റത്തേൻ്റെയും മറ്റേതിൻ്റെയും ഇടയിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കളർ ജസ്റ്റ് നിങ്ങൾ ബ്ലാക്ക് ആക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം ഈ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക. അതിനുശേഷം അത് നേരെ താഴോട്ട് പോയി കളർ എന്നുള്ള സ്ഥലത്ത് കളർ കൊടുക്കുക. കളർ എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം കളർ കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഒന്നുകൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക ഞാൻ. എന്നിട്ട് അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വലുതാക്കുക. ഓക്കെ, മറ്റേ ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക, ഇതൊന്ന് വലുതാക്കുകയും ചെയ്യാം. മൂവ് ട്രാൻസ്ഫോം പോയി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആ ഈ സമയത്ത് എപ്പോഴും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എഡിറ്റ് ഷേപ്പ് എന്നുള്ള ഭാഗത്തൊന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്ലിപ്പ് പോയതിന് ശേഷം ബോർഡർ ആൻഡ് ഷാഡോയിൽ പോവുക. എന്നിട്ട് അതിലെ തേർഡ് ഓപ്ഷനായ ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പൊസിഷൻ എന്നുള്ള ഭാഗത്ത് എക്സും വൈയും 0 ആക്കിയിടുക. എന്നിട്ട് ആ ഒരു സൈസ് ജസ്റ്റ് 14 ആ ഒരു രീതിയിലിടുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷാഡോയിൻ്റെ സൈസ് വേണമെങ്കിൽ നല്ലോണം കുറയ്ക്കുക. നിങ്ങളുടെ വീഡിയോന് സെറ്റാകുന്ന രീതിയിലൊന്നും ആക്കുക. വേണമെങ്കിൽ 10 ആക്കാം, വേണമെങ്കിൽ 15 ആക്കാം. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ക്ലിപ്പിൽ പോകുന്നതിന് ശേഷം ബോർഡർ ആൻഡ് ഷാഡോ പോയി സ്ട്രോക്ക് ജസ്റ്റ് ബ്ലാക്ക് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 5-8 സെക്കൻഡിൻ്റെ ഒരു സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 8 സെക്കൻഡ് സ്ട്രോക്ക് ആഡ് ചെയ്യുക. അതിൽ ജസ്റ്റ് ഒരു ഷാഡോ ഒരു പൊസിഷൻ ജസ്റ്റ് 0 ആക്കുക രണ്ടിൻ്റെയും. എന്നിട്ട് അതിൽ ജസ്റ്റ് നിങ്ങളൊരു 5 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ പോവുക. എന്നിട്ട് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് കൊടുക്കുക, വേവ് വാർപ്പ് പോവുക, ഡിസോഷൻ ആൻഡ് വാർപ്പ് പോവുക. അതിനുശേഷം വേവ് വാർപ്പ് എടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വേവ് വാർപ്പിൽ സ്പേസിങ് ഉണ്ടല്ലോ അത് ജസ്റ്റ് നല്ലോണം ഒന്ന് കുറയ്ക്കുക. വേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് ആക്കുക. എന്നിട്ട് ആ ഒരു മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് 1.7 ആ ഒരു റേഞ്ചിലിടുക. 1.5 ഇട്ടാൽ മതി കേട്ടോ. 1 കുഴപ്പമില്ല. നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനൊന്ന് ജസ്റ്റ് നിങ്ങളുടെ റേഷ്യോ പോലെ ഒന്ന് ആക്കുക. എന്നിട്ട് ആ സ്പേസിങ് ജസ്റ്റ് ഒരു വൈപ്പ് വരുന്ന പോലെ ആക്കുക. എന്നിട്ട് ആ ഒരു ഫേസ് പോവുക. ജസ്റ്റ് 2 കീ ഫ്രെയിം ഫസ്റ്റും സ്റ്റാർട്ടിങ്ങും ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ കീ ഫ്രെയിം ജസ്റ്റ് നിങ്ങൾ 30 ആക്കുക, 0.30 ആക്കുക. സെക്കൻഡ് കീ ഫ്രെയിം നിങ്ങൾ 0.10 ആക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതേ എഫക്റ്റ് ഫസ്റ്റ് ക്ലിപ്പിലുള്ള എഫക്റ്റ് ജസ്റ്റ് സെക്കൻഡ് ക്ലിപ്പിലോട്ട് ആക്കുക. ഇപ്പോൾ രണ്ടും ഒരേ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ വാട്ടർമാർക്കും ആ ഒരു ഡയലോഗൊക്കെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഫസ്റ്റത്തെ ക്ലിപ്പിൽ ജസ്റ്റ് സൗണ്ട് ഒന്ന് കൂട്ടിയിടാനായിട്ട് എപ്പോഴും ഓർമ്മിക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പ്രിവ്യൂ കണ്ട പോലെ ഒരു അടിപൊളി ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒരു പ്രിവ്യൂ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ഫോളോ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചാൽ ബെൽ ബട്ടൺ ഓളിലോട്ട് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.